ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ നീച്ച വന്ന് കിച്ചണിക്ക് ചായ റെഡിയാക്കിനു, പിന്നെ ദോശ ചുടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞേക്ക് തന്നെ കുട്ടി എണീറ്റു. അപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫോണൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ബെഡൊക്കെ വിരിച്ചിട്ട് ഇങ്ങോട്ട് പോകാം. പിന്നെ വേഗം പെട്ടെന്ന് വന്ന് അടിച്ചൊരു തുടക്കൽ കഴിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ബെഡ് വിരിച്ചാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ വേഗം ബെഡൊക്കെ വിരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിങ്ങാണ്ട് കുട്ടീനെയും കൊണ്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അവൾ ചില ദിവസം രാവിലെ നീച്ചാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതാവൂല. ഓളിങ്ങനെ എടുക്കണം പറഞ്ഞാണ്ട് ഇങ്ങനെ ബാക്കിൽ കൂടെ നടക്കുക. അപ്പോൾ ഓളെടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നതേനു. അത് കഴിഞ്ഞാണ് ഞാൻ പെട്ടെന്ന് തന്നെ തിരുമ്പാൻ നിന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തിരുമ്പിട്ടാൽ ഉണങ്ങുമല്ലോ എഴുതി വേഗം തിരുമ്പാൻ നിന്നു. അങ്ങനെ ഞാൻ തിരുമ്പാണ്. അത് കഴിഞ്ഞേക്കന്നെ തിരുമ്പൽ കഴിഞ്ഞേക്കന്നെ ഞാൻ വേഗം മിറ്റടിച്ചോരാൻ നിന്നു. മഴ പെയ്താൽ അടിച്ചോരൽ പിന്നെ നടക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചോരത്. അപ്പോൾ ഓളിൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ പിന്നെ തോരടാൻ വേണ്ടിയിട്ട് മുകൾക്ക് വന്നതാണ്. ഓളുണ്ട് അവിടെ. ഓക്കെ, ചെറിയൊരു ചൂല് കൊടുക്കുന്നുണ്ട്. അവിടെ അടിച്ചോരാൻ പറഞ്ഞിട്ട് ഓളി ഫോണൊന്നും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് ഓള് കണ്ടിട്ടില്ല. അങ്ങനെ ഓള് ഇത് കണ്ടേക്ക് ഉമ്മച്ചിനെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓള് ബായിയൊക്കെ തരുന്ന ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഇന്ന് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഓലും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഓരോ കസാലയിലായിട്ട് ഓല് ഇരുത്തിയേക്കണ്. അങ്ങനെ ചായ കുടിച്ചാണ് ഞങ്ങൾ. ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചാണ്. അപ്പോഴാണ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാൻ ഞങ്ങൾ ചിക്കനും പിന്നെ വലിയുള്ളിയൊക്കെ കഴിഞ്ഞിന്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേക്കും കൊടുന്നീനു. അപ്പോൾ അത് ഓൽക്ക് രണ്ടാക്കും എടുത്തെടുക്കാൻ പറഞ്ഞങ്ങാണ്ട് ഞാനത് എടുത്തുകൊടുത്തു. അപ്പോൾ ഓൽക്ക് രണ്ടാക്കും അതിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മോക്കൊന്ന് കൊടുത്തപ്പോൾ ഇമ്മച്ചിക്കും വേണം പറഞ്ഞങ്ങാണ്ട് ഒന്നും കൂടി വാങ്ങുകയാണ്. പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് പിന്നെ ബിരിയാണി ആക്കിയിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയാക്കിയത്. കുക്കർ തന്നെ മസാല ഒക്കെ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാവും. 2 വിസിലടിച്ചാൽ മസാല പെട്ടെന്ന് റെഡിയാവും. എന്നിട്ട് പിന്നെ അത് ചെമ്പ് തട്ടിങ്ങാണ്ട് ചോറ് ദമ്മിടാൻ അങ്ങനെ കരുതി. അങ്ങനെ തരുന്ന് കിടക്കണം. ചിക്കൻ കേക്ക് വെച്ചിക്കണ്. പിന്നെ പാത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവിടെ മിക്സിൻ്റെ ജാറിൽ തന്നെയാണ്. അപ്പോൾ റെസിപ്പി ഒന്നും ഞാനതിൽ കാണിക്കുന്നില്ല. ഞാൻ ബിരിയാണി ചില മസാലയൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ മസാലയൊക്കെ റെഡിയായി ഞാൻ ചെമ്പൊക്കെ മാറ്റി. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഗ്യാസിൽ നിന്ന്. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കുളിക്കണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വിശന്നപ്പോൾ ചോറൊക്കെ വെച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മഴയായിരുന്നു, നിൽക്കാത്ത മഴയായിരുന്നു. അപ്പം ഞങ്ങളവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനും സിബിയും കുട്ടികളൊക്കെ ഉണ്ട്. മറ്റവരൊക്കെ അവിടെ അകത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സിബിയിട്ടൊന്ന് ഓലെ വീട്ടിലേക്ക് പോവുകയാണ്. ഓല വിരുന്ന് പോവുകയാണെന്ന്. അപ്പോൾ ഓലെ അമ്മ കൊണ്ടുവരാൻ വരും. അപ്പോൾ ഹിതമോളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി അവിടെ ഇരിക്കുകയാണ്.
പിന്നെ കുറേ ഇൻസ്റ്റയിലൊക്കെ ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഓല് ഡ്രസ്സൊക്കെ മാറ്റി ഓല ഉമ്മമാനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് പച്ചക്കറി വണ്ടി വന്നത്. വെള്ളിയാഴ്ച ഇന്ന് ഇവിടെ പച്ചക്കറി വണ്ടി വരും കേട്ടോ. എല്ലാ സാധനവും ഉണ്ടാവും ഓലടുത്ത്. പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ട് ആരും വാങ്ങിയിട്ടില്ല. അങ്ങനെ ഷിബിൻ്റെ അമ്മയൊക്കെ വന്നു. അങ്ങനെ ഓല് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നുമോൾ ഭയങ്കര കരച്ചിലേനു ഓല കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓല് പോയി കഴിഞ്ഞ് ഞാൻ ഓളമ്മ കൊടുന്നതേനും ബെന്നും പിന്നെ വേറെ എന്തൊക്കെ കൊടുന്നീനും കടല. അപ്പോൾ ഞാൻ ആ ബെന്നൊക്കെ കൂട്ടിക്കൊണ്ട് ചായ കുടിച്ചാണ്. ഇന്നുമോൾ ഉറങ്ങിക്കണ്. പിന്നെ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചാൻ വേണ്ടി നിസ്കരിച്ചാണ്. മഗ്‌രിബ് നിസ്കരിച്ചാൽ നിന്നു. അപ്പോഴും ഇന്നുമോൾ ഉണർന്നിട്ടില്ല. ഇന്നോളിന്ന് 5:30-6 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. പിന്നെ ഓളപ്പച്ചിൻ്റെ ഓളങ്ങനെ ഉണർത്തുകയാണ്. കുറേ നേരമായിക്കണം. ഇനി പിന്നെ രാത്രി പിന്നെ ഓൾ ഉറങ്ങുന്നല്ല, കുറേ വൈകിട്ടാണ് ഉറങ്ങുക. അപ്പോൾ ഓൾ ഉണർത്താൻ വേണ്ടിയിട്ട് ഓളെടുത്ത് കിടന്നതിന്. അപ്പോൾ ഓളാണെങ്കിലോ നല്ല ഉറക്കമായതുകൊണ്ട് ഉണരുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറേ നേരം കഴിഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഉണർത്തി. പിന്നെ ഓൾക്കൊരു ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്ത് കളിച്ചാനൊക്കെ കൊടുത്ത്. അപ്പോൾ ആ ബലൂണ് കളിച്ചിനിടയിൽ പൊട്ടി. അപ്പോൾ ഓളത് പൊട്ടി. അത് പേടിച്ചിരിക്കണം. പെട്ടെന്ന് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ വേറൊരു ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വന്നപ്പോൾ സേക്ക് ബിരിയാണി വേണ്ട, ന്യൂഡിൽസ് മതി, ന്യൂഡിൽസും ചായയൊക്കെ മതി പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ഞാൻ. ബിരിയാണി ഉച്ചക്ക് തിന്നതുകൊണ്ട് പിന്നെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ കഴിച്ചതുകൊണ്ട് ബിരിയാണി വേണ്ട പറഞ്ഞപ്പോൾ ന്യൂഡിൽസ് കൊടുന്നതേനു വന്നപ്പോൾ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇവർ രണ്ടാളും ഇവിടെ ഇങ്ങനെ കളിച്ചണം. ബലൂണും ജീപ്പിനൊക്കെ ഒരു കയറൊക്കെ കിട്ടിയോളും അങ്ങനെ വലിച്ച് നടക്കുകയാണ്. അങ്ങനെ ചായ ഒഴിച്ചായിരുന്നപ്പോൾ ഓളും അവിടെ ഇരുന്നതാണ്. അങ്ങനെ പിന്നെ സെയിൻ്റെ കൂടെ ഓള് ന്യൂഡിൽസൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചങ്ങാണ്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ പോണതൊക്കെ എടുക്കാൻ മറന്നു. പിന്നെ ഓരോ പണിയൊക്കെയും പാത്രങ്ങളൊക്കെ കഴുകാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെയിൻ്റെ കൂടെ നിങ്ങളുടെ ഓള് ഇതൊക്കെ കഴിച്ചണം. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.